2017 KSEB തന്നെ നിങ്ങളുടെ ഈ സ്ട്രക്ചർ ചെയ്യണം. അതായത് എന്താ പറയാ, IIM പറഞ്ഞു ഇതിന്റെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടി റീസ്ട്രക്ചറിംഗ് ഭാഗമായി കോഴിക്കോട് IIM ഒരു പഠന റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഏതാണ്ട് 167 പേജുള്ള IIM റിപ്പോർട്ട് 2019 നിങ്ങൾക്ക് സമർപ്പിച്ചു. KSEBക്ക്, സാറിനല്ല KSEBക്ക് സമർപ്പിച്ചു. ആ റീസ്ട്രക്ചറിംഗുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുത്തു? ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്ത സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഉന്നത ഗവേഷകർ ഗവേഷണം നടത്തി തയ്യാറാക്കി റീസ്ട്രക്ചറിംഗുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട്, IIM റിപ്പോർട്ട് KSEBക്ക് ലഭിച്ചതിന് ശേഷം ഇപ്പോ ആ റിപ്പോർട്ട് ശരിയാണോ എന്ന് അറിയുന്നതിന് വേണ്ടി എഞ്ചിനീയർമാർക്ക് പൈസ കൊടുത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതായത് ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് എടുത്ത്, സർക്കാരിന്റെ പണമെടുത്ത്, സാധാരണക്കാരന്റെ പണമെടുത്ത് ഒരു ഉന്നത പ്രബന്ധം തയ്യാറാക്കി ഈ രീതിയിൽ റീസ്ട്രക്ചറിംഗ് വേണമെന്ന് 167 പേജുള്ള ഒരു പ്രബന്ധം തയ്യാറാക്കി കൊടുത്തതിന് ശേഷം അത് ശരിയാണോ എന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഏതാണ്ട് 5 വർഷമായിട്ട്. ഒന്ന് സാർ, ഞാൻ മനസ്സിലാക്കി 23/2/2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു. ഞാനല്ല ഫയൽ ചെയ്തത്. ആ റിട്ട് ഹർജിയിൽ പറഞ്ഞത് കേരളത്തിൽ 632 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കാൻ കഴിയുന്ന 122 ചെറുകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് സാറിവിടെ സൂചിപ്പിച്ചല്ലോ, അതായത് കേരളത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി സാർ? അതല്ലേ നിർത്തലാക്കേണ്ടത്? ഞങ്ങളുടെ സാധാരണക്കാരന്റെ അല്ലെങ്കിൽ ഇതുമായി ബന്ധമില്ലാത്തവന്റെ പ്രശ്നം കൊണ്ടാണോ ഈ ജലസേന പദ്ധതി നടപ്പിലാക്കാത്തത്? അവിടെ എന്റെ ഒരു ആരോപണം ഇതാണ്. ഞാൻ അങ്ങനെ ഓൺ ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മന്ത്രിയും നിങ്ങളും പറയുന്നത് ഞാൻ കണ്ടു, ഗ്രൂപ്പിലൊക്കെ വന്നു. അതായത് കേരളത്തിലെ ചെറുകിട ജലസേചന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇവിടുത്തെ പരിസ്ഥിതിവാദികളുടെ പ്രകടനവും അവരുടെ താല്പര്യവുമാണ്. ഞാൻ ഓൺ ചെയ്യുന്നു, ഞാൻ ആരോപിക്കുന്നു, അത്തരത്തിൽ പരിസ്ഥിതിവാദികളെ ഇളക്കിവിട്ട് ഇത്തരം പദ്ധതികൾ അവതാളത്തിലാക്കിയത് കുളമാക്കുന്നതും ഈ യൂണിയൻ സംവിധാനം തന്നെ. കാരണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ 1000 കോടി രൂപ പ്രതിവർഷം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി അതിന്റെ പർച്ചേസ് കമ്മീഷൻ അടിക്കാൻ പറ്റുള്ളൂ. കേരളത്തിൽ 30% വൈദ്യുതിയെ വാങ്ങുന്നുള്ളൂ, അല്ല ഇവിടുന്ന് വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വൈദ്യുതി പുറത്തുനിന്നാ. തമിഴ്നാടിന്റെ കണക്കിനെ പറ്റി സംസാരിച്ചല്ലോ. തമിഴ്നാട്ടിൽ 500 യൂണിറ്റ് വരെ സബ്സിഡി ഉണ്ട്, 100 യൂണിറ്റ് വരെ ഫ്രീ ആണ്. അപ്പം ഇത് അവിടെ കിട്ടാത്ത സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇത് പറയണം. ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഭൂതത്താൻകെട്ടിൽ ഈയിടയ്ക്ക് വാർത്ത വന്നല്ലോ, ഭൂതത്താൻകെട്ടിലെ ജലസേന പദ്ധതി 2015 തമിഴ്നാട്ടിലുള്ള ഒരു കമ്പനി കൊടുത്തതിന് ശേഷം 76 കോടി രൂപയാണ് ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് തുടങ്ങാതെ കൊടുത്തത്. ശരവണ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി കൊടുത്തത് 76 കോടി രൂപ, ഒരു വർക്കും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ദുർച്ചെലവുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യക്ഷമമില്ലായ്മ മൂലമല്ലേ KSEB നഷ്ടത്തിലായി പോയിട്ടുള്ളത്? അല്ലാതെ KSEB നഷ്ടത്തിലായ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ 3 മാസം മുമ്പ് ഫിനാൻസ് വിഭാഗത്തിന് ഞാൻ കൊടുത്ത റൈറ്റ് ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടതിൽ 218 കോടി രൂപ വരുമാനത്തിൽ ലാഭമെന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ ശുപാർശയെ പറ്റി അങ്ങ് ഈ റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്ത KSEBയുടെ ശുപാർശയെ പറ്റി പറഞ്ഞു. ഞാനത് മുഴുവൻ വായിച്ചത്. അതിനകത്ത് എവിടെയെങ്കിലും സുരേഷ് കുമാർ സാറേ, അതിനകത്ത് എവിടെയെങ്കിലും KSEB നഷ്ടത്തിലാണ് എന്ന് അങ്ങ് കാണിക്കാൻ പറ്റുമോ? ഏതെങ്കിലും വ്യക്തമായ കണക്കുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് KSEB നഷ്ടത്തിലാണ് എന്ന് അവർ സൂചിപ്പിച്ചോ? എങ്ങുമില്ല. ഇത് നിങ്ങൾക്ക് പറ്റുന്ന അറിയാമോ? നിങ്ങൾ സാധാരണഗതിയിൽ ചെയ്യുന്നത് ഒരു ശുപാർശ ചെയ്ത് റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കും. അല്ല, ഇത് പറഞ്ഞോളൂ ലക്ഷ്മി, ഒരു ശുപാർശ ചെയ്ത് റെഗുലേറ്ററി കമ്മീഷന് കൊടുക്കും. അത് കണ്ണടച്ച് എതിർപ്പാക്കും. എന്നിട്ട് വൈദ്യുതി വർദ്ധിച്ചു കഴിയുമ്പോൾ 2 സമരം നടത്തും. അത് പൊളിഞ്ഞു.